ഒന്ന് ശ്രദ്ധിക്കേ. അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയുടെ ഈ പേര് ഇട്ടിരുന്നില്ല എന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് പേരിടണ്ടേ? നമ്മുടെ പല നായക നടന്മാർക്കും അവർ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് സിനിമയുടെ ടൈറ്റിലിൽ ഉൾക്കൊണ്ടാൽ നല്ലതാണ്. അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ മറവത്തൂർ കനവിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ചാണ്ടി എന്നാണ്. നല്ല പേര്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പം മമ്മൂട്ടി എന്തായി പേര് വല്ലതും റെഡിയായോ? ഞാൻ പറഞ്ഞ പേരൊന്നും ആയിട്ടില്ല, ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ ആലോചിക്കുകയായിരുന്നു. അത് നന്നായിരിക്കും, അത് അസലായിരിക്കും. എന്താണ് കൊള്ളാം, എന്താണ് അത്? ചാണ്ടിക്കുഞ്ഞിൻ്റെ രണ്ടാം വരവ്. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിനെ മാത്രം ഇങ്ങനെ ബേസ് ചെയ്തിട്ട് രണ്ടാമത് അദ്ദേഹം വരുന്നു എന്നുള്ള ആ ഒരു സംഗതി. അപ്പോൾ ആളുകൾ ആദ്യത്തെ വരവൊക്കെ വിട്ടിട്ട് രണ്ടാമത് വരാൻ വേണ്ടി കാത്തുക്കും എന്നുള്ള, രണ്ടാമത് വരുമ്പോഴേ കഥയുള്ളൂ എന്നൊക്കെ തോന്നൂലേ? അപ്പം എൻ്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. അങ്ങനെയാണോ? ശരി, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറയും. പേര് മാറ്റുക പറഞ്ഞ കേൾക്കുമ്പോ ഇമ്പില്ല. അങ്ങനെ ഒരു ദിവസം വീണ്ടും ലൊക്കേഷനിൽ ചെന്നപ്പം മമ്മൂട്ടി പറഞ്ഞു, ഇടിവെട്ട് പോലത്തെ ഒരു പേരാ ഇപ്പൊ വേണ്ടത്. ഞാൻ വേറൊരു ടൈറ്റിൽ ആലോചിച്ചു. ഞാനൊരു പേര് പറയാം, ആർക്കെങ്കിലും ഒന്ന് ഇട്ട് കാണാൻ കൊതിയുള്ള പേരാ. ഞാൻ പറഞ്ഞ പറയൂ. ഏട്ടന്റെ മനസ്സിൽ നല്ല പേരുണ്ടാവും, നമ്മളോട് പറയാഞ്ഞിട്ടാ. അതെ. എന്താ അത്? പ്രിയമുള്ള ചാണ്ടിക്കുഞ്ഞെ. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. എങ്ങനെയുണ്ട്? അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേരുകൾ മുഴുവൻ ചാണ്ടിയും ചാണ്ടിക്കുഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം ഇതേപോലെ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അതൊന്നും വേണ്ട, കുറ്റിയിൽ ചാണ്ടി, കുറ്റിയിൽ ചാണ്ടി എന്നുള്ളൊരു പേര് ഇടാം എന്ന് പറഞ്ഞു. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല, കാരണം നീ എന്റെ മാനം കെടുത്തില്ലടാ.